എന്റെ മോളാ പാറു. അതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ പറ്റില്ല. ഇന്ന് ഗിരിയെ കിട്ടിയ കൈയോടെ ഡോക്യുമെന്റ് ഒപ്പിടിയിക്കണം. അതിനി ഒട്ടും താമസം ഉണ്ടാകാൻ പാടില്ല. ഉത്തമ ഭാര്യ ഭർത്താക്കന്മാരായി ഈ ജന്മം മുഴുവൻ നിങ്ങൾ ഐക്യത്തോടെ കഴിയും. പറഞ്ഞത് കേട്ടല്ലോ. ഇതിൽ പരം ഇനി എന്ത് വേണം? എന്തൊക്കെയോ വലിയ കെട്ടുപാടുകളിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടിയ അവസ്ഥയിലാണ് ഞാനിപ്പോൾ. ഇനി സിദ്ധുവിനെ കൂടെ കണ്ടെത്തിയ എനിക്ക് സമാധാനമാവും. ഗിരിയേട്ടനോട് ഇരിക്കും, ഞാൻ പോയി സംഭാരം. ഞാൻ പോയി എടുത്തോളാം. ഗിരിയേട്ട, ഇത് അഭിനയമാണ്. ഇന്നു മുതൽ ഞാൻ ഗിരിയേട്ടന്റെ ഭാര്യയായിട്ട് അഭിനയിച്ചു തുടങ്ങും. ഗിരിയേട്ടാ, മനസ്സിലായി. പാറു ആയിരിക്കും മനസ്സില്. കൊച്ചന ചേട്ടത്തി വാ കേറിയിരിക്കും. ഓ പെങ്ങന്മാരുടെ കല്യാണം കഴിഞ്ഞിട്ടേ സ്വന്തം കല്യാണം ഉണ്ടാവൂന്ന് പറഞ്ഞിട്ട് നീ തന്നെ ആദ്യം കെട്ടിയല്ലേ ഗിരി? അത് പെട്ടെന്ന് ഒരു ദുർബല സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ചേട്ടത്തി. ഏതായാലും അത് നന്നായി. ഇത്രയും നാളും ആരും അറിയാതെ മുറപ്പണിനെ മനസ്സിലിട്ടോണ്ട് നടക്കായിരുന്നു കൊച്ചു കള്ളൻ. ചിരിക്കൊന്നും വേണ്ട. എന്നതായാലും ചെലവ് വേണം കേട്ടോ. ചേട്ടത്തിക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാ മതി, ഗിരിയേട്ട അത് ചെയ്യും. അല്ലേ ഗിരിയേട്ട? അതൊക്കെ സമയവും തരം പോലെ ഞാൻ വാങ്ങിച്ചോളാം. പക്ഷെ ഇപ്പൊ ഞാൻ വന്നതേ നമ്മുടെ ടീച്ചർ കൊച്ചിന് ചേർന്ന ഒരു ആലോചനയും കൊണ്ടാ. നല്ല ഒന്നാം തരം പയ്യൻ. ചേട്ടത്തി ആരായാലും ശരി, ഇനി ഒരാളുടെ മുമ്പില് എന്റെ രത്നമോളും ഞങ്ങളുടെ കുടുംബവും തല കുനിച്ച് നിൽക്കേണ്ട ഗതി വരരുത്. എന്റെ പൊന്നഗിരി, പഴയതുപോലെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ വീട്ടുകാരെ സംബന്ധിക്കുന്ന സകല കാര്യങ്ങളും ഒന്നൊഴിയാതെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അതൊന്നും ഒരു വിഷയമല്ലെന്നേ. പിന്നെ പെണ്ണ് പടനിലത്തെ പത്മനാഭൻ മുതലാളിയുടെ മകളുടെ നാത്തൂനാണെന്ന് അറിഞ്ഞതോടുകൂടി എല്ലാം കൊണ്ടും അവർക്ക് പരിപൂർണ സമ്മതം. അടുത്ത മാസം ചെക്കൻ ലീവിന് വരും. പെണ്ണെ കണ്ട് ഇഷ്ടപ്പെട്ട ഉടനെ നിശ്ചയം. ചേട്ടത്തി ഞാൻ ആലോചിക്കട്ടെ, ഞാൻ വിളിക്കാം. ശരി, ഈ ആലോചന വിട്ടുകളയരുതെന്നാ എന്റെ അഭിപ്രായം. മോനെ ആലോചിക്ക, എന്നിട്ട് വിളിച്ചാ മതി. ശരി ശരി, പോട്ടെ. മണിയേട്ടാ. അല്ല ഗിരി, പതിവൊക്കെ മറന്നോ? ഈ മാസം പലചരക്ക് സാധനങ്ങളെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. അയ്യോ, അത് മറന്നൊന്നുമല്ല മണിയേട്ടാ. അല്ല, അപ്പച്ചിയോ അമ്മാവനും ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? ഏയ്, അവരാരും ഒന്നും പറഞ്ഞില്ല. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അതെ, എന്തായാലും സാധനങ്ങൾ ഇപ്പൊ തന്നെ ഞാൻ അങ്ങോട്ട് എത്തിക്കാം. ശരി. വീട്ടു സാധനങ്ങളായിട്ട് അവരിപ്പോ എത്തും മുതലാളി. അല്ല,
ഗിരിയെ കാണുന്നില്ലല്ലോ മണിയെ. ആ വരും മുതലാളി. മുതലാളി ഒന്ന് ക്ഷമിക്ക്. ഹ, ഇതെത്ര നേരമായി? ജംഗ്ഷനിലെ കടയിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് ഇവിടം വരെ വരാൻ എത്ര സമയം വേണം? ആ, കടയിൽ ചിലപ്പോ തിരക്കുണ്ടാവും മുതലാളി. എന്ത് തിരക്ക്? അത്ര വലിയ സൂപ്പർ മാർക്കറ്റ് ഒന്നും അല്ലല്ലോ. ഒരു പൊട്ട പലവന കട, അതും ഈ ഓണം കയറാൻ മൂലയില്. എടാ, അവിടെ എത്ര തിരക്കോട്ടാവുന്നത് നമുക്ക് ഊഹിച്ചൂടെ? ആ, എന്തായാലും ഗിരി വരാതിരിക്കില്ല മുതലാളി. അല്ല, ഇപ്പൊ അവന്റെ കൂടെ എങ്ങാനും അവള് കയറി വരുമെന്നാണ് എന്റെ ഒരു ടെൻഷൻ. ഏതാ? ഏയ് അതുണ്ടാവില്ല മുതലാളി. ഗിരി കടയിൽ നിന്ന് സാധനങ്ങളുമായിട്ടാണ് വരുന്നത്. ആ സ്ഥിതിക്ക് ഒരിക്കലും പാറുമോള് ഗിരിക്കൊപ്പം വരില്ല. എന്തോ? അതെ, എന്റെ മോളാ പാറു. അതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ പറ്റില്ല. ഇന്ന് ഗിരിയെ കിട്ടിയ കൈയോടെ ഡോക്യുമെന്റ് ഒപ്പിടിയിക്കണം. അതിനി ഒട്ടും താമസം ഉണ്ടാകാൻ പാടില്ല. ആ വന്നല്ല. അവനെ കാണുന്നില്ലല്ലോ. സാധനമൊക്കെ എടുത്ത് അകത്ത് കേട്ടെ മുതലാളി. അല്ല, ഗിരി എവിടെ? അവനെ കാണുന്നില്ലല്ലോ. ഇല്ല, ഗിരിയേട്ടൻ വന്നിട്ടില്ല. അല്ല, സാധനങ്ങൾ കൊണ്ട് അവൻ വരാന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് അവനെന്ത് പറ്റി? അത് അങ്ങോട്ട് വെച്ചു. അത് ആ എല്ലാം ആയി ഗിരിയേട്ടാ. ഒന്നും മറന്നില്ലല്ലോ. എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റ് തന്നെ. ആ മറന്നുപോയാൽ നീ അവസാനം കൊണ്ട് കൊടുക്കേണ്ടി വരും കേട്ടല്ലോ. എന്തേലും കുറവുണ്ടെങ്കിൽ ഞാൻ തന്നെ കൊണ്ട് കൊടുത്തോളാം ഗിരിയേട്ടാ. ആ വണ്ടി എടുത്തു. ഗിരിയേട്ടാ, ഇതേ പാറു. എത്രയായി? 100. പാറു ഇതെങ്ങോട്ട് പോവാ? ഏയ് എങ്ങോട്ടല്ല, ഇവിടേക്ക് തന്നെ വന്നതാ. ഞാൻ പറഞ്ഞില്ലേ, പാറു ദ ഫ്ലൈങ് സ്ക്വാഡ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പരിശോധനയ്ക്ക് വരുമെന്ന്. അതുപോലെ വന്നതാന്ന് കൂട്ടിക്കോ.